വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതി ഷാറൂഖ് സൈഫിയുടെ തെളിവെടുപ്പ് അടുത്ത ദിവസം നടക്കും. സംഭവത്തിൽ തീവ്രവാദ ബന്ധം സംശയിക്കുന്നതായി NIAയുടെ റിപ്പോർട്ട്. സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടത്തണമെന്ന് NIA. പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ തീവ്രവാദ ബന്ധം സംശയിക്കുന്നതായി NIAയുടെ കൊച്ചി ചെന്നൈ യൂണിറ്റുകളാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കണം. ആക്രമണം ആസൂത്രിതമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ട്രെയിൻ തീവെപ്പ് കേസിൽ റിമാൻഡിലായി പോലീസ് കസ്റ്റഡിയിൽ തുടരുന്ന പ്രതി ഷാറൂഖ് സൈഫിയുടെ ചോദ്യം ചെയ്യൽ 3 ദിവസം പിന്നിട്ടു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലുമായി നിസ്സഹകരിക്കുന്ന നിലപാടാണ് ഷാറൂഖ് സൈഫി തുടർന്നത്. ഇതേ തുടർന്ന് ഞായറാഴ്ച പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം ഡോക്ടർ ജയേഷ് കുമാർ മാലൂർ കുന്നിലെ AR ക്യാമ്പിൽ നേരിട്ടെത്തിയാണ് പ്രതിയെ പരിശോധിച്ചത്. പ്രതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് തെളിഞ്ഞതോടെ ചോദ്യം ചെയ്യൽ വീണ്ടും തുടർന്നു. കേരളത്തിൽ ഇതിനു മുൻപ് എത്തിയിട്ടുണ്ടോ എന്ന സാധ്യതയെക്കുറിച്ചാണ് അന്വേഷണ സംഘം ഇന്ന് പ്രധാനമായും ചോദ്യങ്ങൾ ഉന്നയിച്ചത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ട്രെയിനിൽ തീവെപ്പ് നടത്താൻ ആവശ്യമായ പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിലെ പമ്പിൽ നിന്നാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് നീങ്ങി. ഷൊർണൂർ, എലത്തൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ പ്രതിയെ എത്തിച്ച് ഇനി തെളിവെടുക്കും. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് NIA ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ ഏറിയതോടെ പരമാവധി വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തീകരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. വിഷയത്തിൽ തീവ്രവാദ ബന്ധം സംശയിക്കുന്നുവെന്ന NIA റിപ്പോർട്ടും ഏറെ ഗൗരവകരമായ കാര്യമാണ്. കോഴിക്കോട് മാലൂർ കുന്നിലെ പോലീസ് ക്യാമ്പിന് പരിസരത്തു നിന്നും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.